ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 161/2025 അക്ഷര കോഡ് എ ആണ്, ആൽഫബറ്റ് കോഡ് എ ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, എക്സാം നടന്നിട്ടുള്ളത് വാച്ച്മാൻ, പിയൂൺ, കാവടി, ചോക്കേദാർ ആയ തുടങ്ങിയ തസ്തികകളിലേക്ക് നടന്ന എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസറൊക്കെയാണ്. ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ചോർച്ച് സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ആൻസർ ദാദാബായ് നവറോജി. 2, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ആൻസർ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. 3, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ആൻസർ പണ്ഡിത രമാഭായ്. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതാണ്? ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസത്തിൻ്റെയും സ്വത്തിൻ്റെ അവകാശമാണ് ഒഴിവാക്കുകയും കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ എന്ന് വരുന്നത്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്? 1, 1985 ബോംബെയിൽ ആദ്യ സമ്മേളനം. 2, ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. 3, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തുക. 4, മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ ഉടലെടുത്തു എന്നിവയാണ്. 5ൻ്റെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ഡി. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഓപ്ഷൻ ഡി. അടുത്തത്, ഭരണഘടനാ ദിനം ഏതാണ്? ആൻസർ നവംബർ 26 ആണ്. നവംബർ 26. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടനാ ഭേദഗതി എന്ന് വിളിക്കുന്നത്? 42ാം ഭേദഗതി. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ രാജാ റാം മോഹൻ റോയ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഏതാണ്? ആൻസർ ചൗരി ചൗരാ സംഭവം. നെക്സ്റ്റ് വൺ, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റ്, ഓപ്ഷൻ സി, പാർലമെന്റിനാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഇവിടെ 1925 കണക്ക് അല്ലേ? 24 വരേണ്ടത് നമുക്ക്. ഓപ്ഷൻ എ, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആൻസർ ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ അയ്യങ്കാളി. വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? മന്നത്ത് പത്മനാഭൻ. വരിക സഹചര്യ സഹന സമര സമയമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്? ഉപ്പു സത്യാഗ്രഹം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയിൽ തിരഞ്ഞെടുത്തത് ഏതിനെയാണ്? ഉള്ളൊഴുക്ക്. അടുത്തത്, 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ദിവ്യ ദേശ്മുഖ്, ഓപ്ഷൻ സി, ദിവ്യ ദേശ്മുഖ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിരേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ്? ആൻസർ സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്?
ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യസമര സേനാനി ആരാണ്? ആൻസർ സർദാർ വല്ലഭായി പട്ടേൽ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഏതാണ്? ഇന്ത്യ. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരമഹാസമതലം. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂൺ. ഇന്ത്യയുടെ മാനക രേഖാംശം 86°30'. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഹൈദരാബാദ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏതാണ്? നീലഗിരി കുന്നുകൾ. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നും ഉള്ളതാണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എന്നാണ് അല്ലെങ്കിൽ എവിടെയാണ്? ആൻസർ നെടുങ്കണ്ടം. ഓപ്ഷൻ എ നെടുങ്കണ്ടം. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? മാനാഞ്ചിറ തടാകം. ഒക്ടോബർ-നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാണ്? NH 544. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട്. തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി കണ്ടെത്തുക. കബനി, ഭവാനി, പാമ്പാർ, പെരിയാർ എന്നിവയുണ്ട്. ആൻസർ പെരിയാർ. ഇന്ത്യയുടെ ആദ്യ ഇ ലിറ്ററേറ്റ് കമ്പ്യൂട്ടർ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം ജില്ല. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ്? ജോൺ ജോസഫ് മർഫി. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഓപ്ഷൻ ബി ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ എറണാകുളം ജില്ലയിലാണ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് എന്താണ്? ആൻസർ ഗഗൻയാൻ. ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? സ്വാതി തിരുനാൾ മഹാരാജാവ്. സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതൊക്കെയാണത്? 2 4 ആണ്. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? ആരെല്ലാമായിരുന്നു 1953
കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ഫസൽ അലി, സർദാർ KM പണിക്കർ, NH ഖുൻസ്രു എന്നിവരാണ്. ഒരു മിനിറ്റ്. നെക്സ്റ്റ് വൺ. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഫുട്ബോൾ. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്? സമാധാനത്തിന് കിട്ടിയത് മറിയ കൊറീന. ഓപ്ഷൻ ഡി മറിയ കൊറീന. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണൻ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ഓപ്ഷൻ ഡി മോഹൻലാൽ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ. മോഹൻലാലും അടൂർ ഗോപാലകൃഷ്ണനും. 2028 ഒളിമ്പിക്സ് വേദി ഏതാണ്? ലോസ് ആഞ്ചലസ് ആണ് 2028 ഒളിമ്പിക്സ് വേദി. തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകം ഏതാണ്? ആൻസർ മീഥെയ്ൻ. ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെട്ട രാജുവിൻ രക്തഗ്രൂപ്പ് പരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താഴെ പറഞ്ഞതിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത്? ആൻസർ ഓപ്ഷൻ സി ആണ് ഇരുമ്പടങ്ങിയ ഇലക്കറികൾ. പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ശരിയായ ജോഡി ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ജ്യോതിക ആൻഡ് ഭാഗ്യലക്ഷ്മി. പ്രസ്താവന കാരണവും വായിക്കാം. 56ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. അടുത്തത് 57ാമത്തെ ക്വസ്റ്റ്യൻ. സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 2ഉം 3ഉമാണ് ശരി. സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക. 3 വനസംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നതുമാണ്. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ആൻസർ BR ഗവായ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചരണ പരിപാടി ഏതാണ്? ആൻസർ ആരോഗ്യം ആനന്ദം. ഓപ്ഷൻ ബി ആരോഗ്യം ആനന്ദം. ശരിയായ പ്രസ്താവന ഏതാണ്? കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? ഇവ രണ്ടും, അതായത് കാർഡിലോസ്കോപ്പും പെരിസ്കോപ്പും. ഓപ്ഷൻ സി ആൻസർ. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അക്കോസ്റ്റിക്സ്. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഏതാണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ PFBR സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം? ആൻസർ വിഴിഞ്ഞം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലി. താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ശരീരഭാരം കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം എന്നിവ. ആൻസർ ഓപ്ഷൻ ബി ആണ്. എയ്ഡ്സ് ആണ് രോഗം. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ ജോഡി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ശരിയായ ജോഡികൾ 2ഉം 3ഉമാണ്. ആഗ്നേയഗ്രന്ഥി ഇൻസുലിനും പൈനിയൽ ഗ്രന്ഥി മെലട്ടോണിൻ എന്ന ഹോർമോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. ഇതിൽ ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം പ്രസ്താവനകൾ വരുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി ഇതിൽ വിറ്റമിൻ B3 പെല്ലാഗ്ര എന്ന അസുഖമാണ് ഉണ്ടാക്കുന്നത്. ശരിയായ ജോഡി അതാണ്.
സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? 72 ആൻസർ ഓപ്ഷൻ ബി ആണ്, വയോ അമൃതം. എംഫിസിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? എംഫിസിമ ആൻസർ ഓപ്ഷൻ എ ശ്വാസകോശം. ശ്വാസകോശമാണ്. നെക്സ്റ്റ്, സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസം സ്നേഹക്കൂടെന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി ഉൾപ്പെടുന്ന താഴ്ത്തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? സ്നേഹക്കൂടെന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെ എന്നാണ്? സ്നേഹക്കൂട് ആൻസർ ഓപ്ഷൻ സി ആണ്, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവരെയാണ്. ഓർത്തുക, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവരാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വായു വഴി പകരാത്ത രോഗം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്, പോളിയോ. തന്നിരിക്കുന്നവയിൽ പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം വിലയിരുത്തുക. പ്രസ്താവന 1, ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ. 2, വില്ലസുകൾ ജലം, ലവണം എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നുണ്ട്. ആൻസർ നമുക്ക് ഏത് പറയാം? ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2, 4, 5 എന്നിവ ശരി. ഓപ്ഷൻ ഡി ആൻസർ. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷ ഘട്ടത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റിസ്ക്യൂ പ്രവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഓപ്പറേഷൻ അജയ് ആണ്. അടുത്ത താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? 1ഉം 3ഉം തെറ്റായ പ്രസ്താവനയാണ്. അടുത്തത് 49ാമത് വലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമയുടെ അച്ഛൻ എന്ന് കൃതി രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇ സന്തോഷ് കുമാർ. അടുത്തത് കേവല വില കാണാൻ -6 + 5 ഡിവിഷൻ -2 + 1 81ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് ഒന്നുകൂടി ലഘൂകരിച്ചപ്പോൾ 1/2 കിട്ടി. ചേർത്തിന് ഒന്നുകൂടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/3. ഏതാണ് ആ സംഖ്യ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3/8. 83 ആൻസർ ഓപ്ഷൻ ബി ആണ്, 1/8. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 216ഉം ഉസാഖ 6ഉമായ ലസാഗു എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 36. വില കാണുക. √256/6400 ഇൻറ്റു √25/7056. ആൻസർ ഓപ്ഷൻ സി 1/84 ആൻസർ. ഒരു വ്യാപാരി ഒരു മേശ 800 രൂപയ്ക്ക് വാങ്ങി 960 രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ ലാഭശതമാനം എത്രയാണ്? ഓപ്ഷൻ ഡി ആൻസർ 20%. അടുത്തത് രണ്ട് സംഖ്യകളുടെ തുക 10ഉം ഗുണനഫലം 20ഉമായാൽ അവയുടെ ഉൽക്രമങ്ങളുടെ തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 1/2. ദശാംശ രൂപത്തിൽ എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1.093. 1 + 9/100 + 3/1000 ആണെങ്കിൽ എങ്ങനെ ദശാംശ രൂപത്തിൽ എഴുതാൻ പറ്റും? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒരു തൊഴിൽശാലയിൽ ജോലി ചെയ്യുന്ന 5 പേരുടെ ദിവസ വരുമാനം രൂപയിൽ താഴെ കൊടുത്തിരിക്കുന്നു. ശരാശരി വരുമാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 400. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയുള്ള ഒരു ട്രെയിനിൻ്റെ നീളം 250 മീറ്റർ. ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകുവാൻ ഇതിന് എത്ര സമയം വേണം? ആൻസർ ഓപ്ഷൻ സി ആണ്, 15 സെക്കൻഡ്. 3:72. 4 എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു ചെയ്തത്, 46 ആൻസർ ഓപ്ഷൻ എ. 30 + 4 അത് ചെയ്യുമ്പോൾ
92 ഇൻറ്റു ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 5, 7, 8, 10, 12, 14, 17, 19. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 23 ആണ് നെക്സ്റ്റ് നമ്പർ. വ്യത്യസ്തമായത് ഏതാണ്? ഇതിൽ വ്യത്യസ്തമായത് ഏതാണ്? വൃത്തമാണ്. AZCX BY അത് ചെയ്യുമ്പോൾ അടുത്ത് എത്ര വരും നമുക്ക്? ഓപ്ഷൻ സി GTIR. നെക്സ്റ്റ് ഇവയിൽ കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഏതാണ്? ഇത് 49 ആണ്. തന്നിരിക്കുന്ന സംഖ്യകൾക്ക് പകരമായി അക്ഷരങ്ങൾ എഴുതി അർത്ഥവത്തായ ഒരു വാക്ക് കണ്ടെത്തുക. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ് വന്നേക്കുന്നത്. ശരണിൻ്റെ അമ്മയുടെ പ്രായം അവൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. 4 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പ്രായം ശരണിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാവും. അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 32. 1, 3, 5, 7, 9 ഡാഷ്. ആൻസർ 11. സബിത ഒരു വരിയിൽ മുൻപിൽ നിന്നും 25-മതും പിറകിൽ നിന്ന് 25-മതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേർ ഉണ്ടായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി 49. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.